ഫോമസിലൂടെ പോകുന്ന കപ്പലുകളെ തടയാനിറങ്ങിയ അമേരിക്കയ്ക്ക് തിരിച്ചടി. ചെങ്കടലിൽ മറുപടി ഒരുക്കി ഇറാൻ കാത്തിരിക്കുകയാണ്. ട്രംപിന് അടുത്ത തലവേദന സൃഷ്ടിച്ച ബാബ് എൽ മൻഡേബ് കടലിടുക്ക്. ഗൾഫ് മേഖലയെ യുദ്ധമുനയിലാക്കി അമേരിക്കൻ നാവിക ഉപരോധത്തിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യം. ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ ഭീഷണിയുണ്ടായാൽ ഗൾഫ് മേഖലയിലെയും അറബിക്കടലിലെയും ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാൻ സൈനിക കേന്ദ്രം വ്യക്തമാക്കി. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ പ്രവേശിക്കുന്നത് തടയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇതിനെതിരെ ശക്തമായ മറുപടിയുമായി തന്നെയാണ് ഇറാൻ രംഗത്ത് വന്നത്. ഹോർമുസിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കഴിഞ്ഞാൽ ചെങ്കടലിലെ ബാബ് എൽ മൻഡേബ് ലക്ഷ്യമിട്ടുകൊണ്ട് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വെല്ലുവിളി ഉയർത്തുന്നത്. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ബാബ് എൽ മൻഡേബ് കടലിടുക്ക്. അറേബ്യൻ ഉപദ്വീപിലെ യമനും ഹോൺ ഓഫ് ആഫ്രിക്കയിലെ ജിബൂട്ടി, എറിത്രിയ എന്നീ പ്രദേശങ്ങൾക്കുമിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറെ തന്ത്രപ്രധാനമായ ഇടം. ചെങ്കടലിൽ ഹൂതി വിമതരും അമേരിക്കയും തമ്മിൽ ഏറെ നാളായി തുടർന്നിരുന്ന സംഘർഷം ഈയിടെയാണ് അവസാനിച്ചത്. ഇത് കപ്പൽ സഞ്ചാരത്തിന് ആശ്വാസമേകി വരുന്നതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഭീഷണി. ഈ കടലിടുക്ക് ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്നു. ഇവിടെയാണ് ഇറാൻ പൂട്ടാനൊരുക്കുന്നത്. ബാബ് എൽ മൻഡേബ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഈ നിലപാട് രാജ്യാന്തര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് മുറുകുന്നത് പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുഖം തുറന്നേക്കുമെന്ന ഭീതിയും വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ പിന്തുണയിലുള്ള യമനിലെ ഹൂതി വിമതർ ബാബ് എൽ മൻഡേബ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന് ഈ അടുത്തും ഭീഷണിപ്പെടുത്തിയിരുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ മിസൈലുകളും ഡ്രോണുകളും സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെയാണ് ആക്രമിച്ചത്. ഈ വർഷം മാർച്ച് 28-ന് ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. നിലവിൽ ഹൂതികൾ ഈ പാത ഉപരോധിച്ചിട്ടില്ല. പാതയിലെ തടസ്സം വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും ഇടയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയായി ഇറാനും രംഗത്ത് വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.